ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവിടെ റിസോർട്ടിൽ പോയി നിന്നിരുന്നല്ലോ ഒരു ദിവസം മുത്തങ്ങയിൽ. അന്നത്തെ നൈറ്റ് അതേപോലെ അവിടുത്തെ വീഡിയോസാണ് കേട്ടോ ഫുള്ളായിട്ട് ഇന്ന്. അപ്പോൾ നൈറ്റിൽ നമ്മൾ പോയിട്ട് പുറത്ത് പോയിട്ട് അടിപൊളി ചിക്കനൊക്കെ വാങ്ങിച്ച് വന്ന് കരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അടിപൊളി ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ചേട്ടൻ അവിടെ വന്നിട്ട് കത്തിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിരുന്നു. ചിക്കനൊക്കെ ആ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കിഡിലൻ സ്ഥലമാണ് കേട്ടോ. നമ്മൾ രാത്രി ആയ സമയത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പൂളിൽ കുറച്ച് ആൾക്കാർ പൂളിൽ അവിടെ നിന്ന് ഇങ്ങനെ തകർക്കുന്നുണ്ട്. നമ്മളിവിടെ ചിക്കന് ചൂടാനുള്ള പരിപാടിയിലാണ്. ചേട്ടൻ വന്നിട്ട് തീയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മസാല ഒക്കെ പുരട്ടിയ സാധനം ഗ്രില്ലിലേക്ക് ഇങ്ങനെ കയറ്റാണ് കേട്ടോ. എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല. അടിപൊളി സംഭവമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കരിയാണ്ട് നല്ല വെന്ത് പാകയും കൂടി കിട്ടണം. അതാണ് അടുത്ത ടാസ്ക്. ഇപ്പോൾ ടീംസ് എല്ലാം വെള്ളത്തിലാണ്, നമ്മൾ മാത്രം ഇവിടെ ചിക്കൻ ഇങ്ങനെ തണുത്തിട്ട വെള്ളത്തിൽ ഇറങ്ങാണ്ടെന്ന് ചിക്കൻ ചൂടാൻ നിന്ന്. അതുകൊണ്ടാട്ടോ വിചാരിക്കണ്ട നമ്മളിത്ര അധ്വാനശീലനാണെന്ന്. കൂടെയുള്ള ആൾക്കാരൊക്കെ പൊളിക്കാണ് പൂളിൽ കിടന്നിട്ട്. അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ്, നല്ല വൈബാണ്. ഏകദേശം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു റൗണ്ട് കഴിഞ്ഞാൽ മറ്റവൻ അവിടെ കുത്തിരുന്ന നല്ല തീറ്റിയാണ്. അടുത്ത റൗണ്ട് ആകുമ്പോഴേക്കും ആദ്യത്തെ റൗണ്ടിലുള്ള സാധനം തീരുന്നതാണ് തോന്നുന്നത്. പൈസയിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചിക്കൻ എങ്ങനെ അവിടെ കുത്തിരുന്ന് തീർക്കുന്നത്. നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കാനോ. ഏതായാലും വലിയ തെറ്റില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ രാവിലെ പുലർച്ചെ എണീറ്റിട്ട് നമ്മൾ ഒരു മോർണിംഗ് വാക്കിന് പോയ സമയത്തുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി വ്യൂ തന്നെ കേട്ടോ. നല്ല കോടൽ മൂടി കൊടും കാട്ടിനുള്ളിൽ കൂടെ ഒരു എന്താ പറയുക, എല്ലാവരും കുട്ടികളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 5 ആൾക്കാർ മൊത്തം പോയി. ഞാനും ഫൈസൽ, അതേപോലെ പെണ്ണുങ്ങളെല്ലാവരും 3 പെണ്ണുങ്ങളും. ഉവൈസ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ പോണ സമയത്ത് അടിപൊളി ഏറുമാടം കണ്ട്. അപ്പോൾ വേഗം അതിൽ വലിഞ്ഞ് കയറി. ഫൈസലിനോട് പറഞ്ഞ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ താഴെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ വേഗം മുകളിലേക്ക് അങ്ങ് വലിഞ്ഞ് കയറി നോക്കുന്നതിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ല. ഒന്ന് കാണ്ടി കാഴ്ചയാണ്. ചുറ്റും കാട് മാത്രം, മഞ്ഞിലിങ്ങനെ മൂടിക്കിടക്കുന്ന കാട്, നമ്മളതിൻ്റെ മുകളിലും. അപ്പോൾ എന്തിനാ ഇവിടെ കെട്ടിയെന്ന് പറഞ്ഞാൽ ആനനൊക്കെ നോക്കാനായിരിക്കും. ഇവിടെ കയറി കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ പോയിട്ട് രാത്രിയൊക്കെ അതിൽ കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ. പക്ഷെ പുലിയും കടുവയൊക്കെ വന്നു കഴിഞ്ഞ് പുലി കയറല്ലോ ഇല്ലൊക്കെ, കടുവ കയറിയില്ലെങ്കിൽ. അപ്പോൾ പുലിയൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷയുണ്ടാവില്ല. മൂപ്പർക്ക് അതിൻ്റെ മുകളിൽ നല്ല റെസ്റ്റ് എടുത്തിട്ട് നല്ല റാങ്കിൽ കഴിക്കാം. നല്ല മനുഷ്യൻ്റെ ഇറച്ചി അവിടെ കിടക്കുകയാണെങ്കിൽ രാത്രി. ഈ കണ്ടില്ല നിങ്ങളെ വ്യൂ. നല്ല കഞ്ചനമായ സ്ഥലമാണ് കേട്ടോ. വണ്ടികൾ കാര്യങ്ങളൊക്കെ കുറവാണ്. 1-2 ബൈക്കുകളൊക്കെ അങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തണുപ്പല്ലേ? ഇവിടെ എങ്ങനെ മൃഗങ്ങളെ ശല്യമൊക്കെ ഉണ്ടല്ലോ? ആന തന്നെ ഉള്ളൂ അല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? ഉണ്ടല്ലേ? അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നമ്മൾ കാടിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് ഒരു പാടത്തേക്ക് എത്തി. അവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്ഥലത്തെത്തിയപ്പം ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. രാവിലത്തെ ഒരു സമയമായതുകൊണ്ട് തന്നെ എന്ത് രസം എന്താ പറയുക അവിടെ കാണാൻ. ഫുള്ള് അടിപൊളി. കുറേ ദൂരം കുറച്ച് വീടുകളുണ്ട്, നല്ല പാടങ്ങളാണ്. അവിടെ കുറേ കൃഷിക്കാരും കാര്യങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഈ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ പെയ്തിട്ട് അവിടെ പാടൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ടായി പുല്ലിൻ്റെ മേലെയൊക്കെ കേട്ടോ. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. കാട്ടിൽ കൂടെ തന്നെ ആയിരുന്നു അങ്ങോട്ട് തിരിച്ച് പോയത്. അവിടെ എത്തിയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പൂരിയും പുട്ടുമൊക്കെ ആയിരുന്നു, കടലക്കറിയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല ലാവിഷായിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്. അടിപൊളി കടലക്കറി ഉണ്ടായിരുന്നു, പുട്ട്, കോഴിമുട്ട പുഴുങ്ങിയത്, ബാജി, പൂരി എല്ലാം. നല്ല സൗകര്യമുള്ള കിച്ചണായിരുന്നു കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉവൈസ് ഫസ്റ്റ് തന്നെ എണീറ്റ് അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം. നമ്മളാണെങ്കിൽ അവിടെ ചായ കാശി കുത്തിരിക്കുക. ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് വീണ്ടും ഞങ്ങൾ ആ പോയ സ്ഥലത്ത് തന്നെ പോയിട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ പോയ സ്ഥലത്ത് പോയ സമയത്താണ് ഈ ഒരു സാധനം കണ്ടില്ലേ. ഈ കടുവനെയൊക്കെ സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാനോ അതിൻ്റെ എണ്ണ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്ന ക്യാമറയുണ്ട് കാട്ടിനുള്ളിൽ. നമ്മൾ നേരത്തെ ഏറുമാടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ യാത്ര തുടർന്നു.
അങ്ങനെ ഏകദേശം മെയിൻ റോഡൊക്കെ എത്താനായി പോണ സമയത്തൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമല്ലേ, ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നല്ല ഒരുപാട് ഫ്ലവറും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ വീടുകളും വീടിൻ്റെ ചുറ്റും അതിൽ അടിപൊളിയായിട്ട് ഇതേപോലെ ബോഗൺവില്ലിൻ്റെ ഓരോ കളർ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ നമ്മൾ നേരെ ഗുണ്ടിൽപേട്ടേക്കാണ് പോകുന്നത്. ഗുണ്ടിൽപേട്ട പോയിട്ട് അവിടുന്ന് മുതുമല വഴി ഗൂഡല്ലൂർ അല്ലെങ്കിൽ മസനഗുഡിയൊക്കെയാണ് സമയത്തിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകാനാണ് പ്ലാൻ കേട്ടോ. നമ്മളിതാ ഏകദേശം ആനക്കാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആനക്കാട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ആനക്കാടൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, ചൂടുകാലം തുടങ്ങുകയാണ്. ഇലകളൊക്കെ തൊഴിഞ്ഞ് കളറൊക്കെ മാറിയിട്ട് ആ പച്ചപ്പൊക്കെ പോയിട്ടുണ്ട്. നല്ല ചൂടുമാണ് കേട്ടോ. ഇത് ഏകദേശം ഫെബ്രുവരി ആയിട്ടുള്ളൂ. വയനാട് കാലാവസ്ഥ ഒക്കെ മാറി തിരിച്ച് കർണാടകയിലേക്ക് എത്തുന്നതോട് കൂടി ചൂട് കൂടി വരികയാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് ഇന്നലെ വന്ന സമയത്ത് അത്യാവശ്യം മൃഗങ്ങളൊക്കെ ആനേനൊക്കെ കണ്ടിരുന്നു. ഇന്നിപ്പം മൃഗങ്ങളൊന്നും കാണാനില്ല. നാളിങ്ങനെ വണ്ടിയൊക്കെ കാലിയാണ്, റോഡൊക്കെ കാലിയാണ് കേട്ടോ. തീരെ വണ്ടികളൊന്നുമില്ല. ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും. രാവിലെയും വൈകുന്നേരമാണല്ലോ കൂടുതൽ ആൾക്കാർ ഇതിലെ പാസ് ചെയ്യാം. പിന്നെ അവിടെ സ്ഥിരമായിട്ട് പോണ ചരക്ക് ലോറി ബസ്സുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോകാമെന്നല്ലാണ്ട് ഒരു മൃഗങ്ങളെയും കാണാനില്ല കേട്ടോ. എന്നിട്ട് കടുവ പുലിയൊക്കെ മുന്നിൽ ചാടിയാൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് എന്താക്കും, ഒരു രക്ഷയില്ല. നമ്മൾ ഏകദേശം ഇവിടെ കർണാടക ബോർഡർ കഴിഞ്ഞ് ഗുണ്ടിൽപേട്ട ആ ഒരു കാടിൻ്റെ അതിർത്തിയിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ പുകയൊക്കെ വരുന്നുണ്ട്. കാട്ടുതീയാണോ എന്നൊക്കെ ഇങ്ങനെ സൈഡാക്കി നോക്കുന്ന സമയത്ത് ഇപ്പുറത്തെ വണ്ടി പിക്കപ്പൊക്കെ നിർത്തിയിരുന്നു. അവിടെ വണ്ടി ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇവിടെ കാടുകളൊക്കെ അടിക്കാടൊക്കെ വെട്ടിയിട്ട് തീ ഇടുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ വേനലിൻ്റെ മുമ്പായിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു റോഡിൻ്റെ കുറച്ച് ഏരിയയിൽ അടിക്കാടൊക്കെ വെട്ടി ക്ലിയറാക്കി തീയൊക്കെ ഇട്ടിട്ട് ക്ലീനാക്കി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു വേനലാകുന്ന സമയത്ത് കാട്ടു തീ പടരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വണ്ടിന്നൊക്കെ ആരെങ്കിലും സിഗരറ്റ് കുറ്റിയോ കാര്യങ്ങളൊക്കെ റോഡ് സൈഡിലോട്ട് അവിടെ ഈ തീ പിടിക്കാൻ പറ്റിയ പെട്ടെന്ന് തീ പടരല്ലോ. അപ്പോൾ ആ ഒരു ഏരിയയിൽ തീ പടരാൻ പറ്റിയ ഒരു സാഹചര്യം എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തീ ഇടുന്നത്. എല്ലാ വർഷവും വേനലാകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ സൈഡ് വെട്ടിയിട്ട് ക്ലീൻ ചെയ്ത്, അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർ കർണാടകൻ്റെ ഏരിയ അപ്പോൾ നോക്കുന്നേരം നമ്മളൊരു ആനവണ്ടിൻ്റെ ഒരു റിക്കവറി വാനാണ് പോകുന്നത്. അത് അവിടെ ഇവിടെ വണ്ടി കർണാടകയിലുള്ള കുടുങ്ങിയ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുമായിരിക്കും എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിതാ കാട് കടന്നു ഗുണ്ടിൽപേട്ട ബോർഡറിലേക്ക് എത്തിയിട്ടോ. കാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് ഇവിടെ. ഈ ഒരു ഭാഗത്താണ് രാത്രി വണ്ടി ഗേറ്റ് അടച്ച് പിടിച്ചിടുന്ന ഒരു സ്ഥലം കേട്ടോ. പോണ വഴിക്കൊക്കെ മാവ് പൂത്ത് കിടക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ മാങ്ങ ഒക്കെ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ തിന്നിരിക്കണ്ട. കാരണം കർണാടകക്കാരല്ലേ അവിടെ ഉണ്ടാക്കുന്ന മാങ്ങ തിന്നുന്നത്, നമ്മളെ നാട്ടിലെ മലയാളികളല്ലേ. ഒരുപാട് മാവുണ്ട്, അതൊക്കെ നിറയെ പൂത്ത് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മളെ റിക്കവറി വാൻ ഇതാ വീണ്ടും നമ്മളെ പാസ് ചെയ്ത് മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ പിന്നാലെ തന്നെ നമ്മളുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ടോൾ ഗേറ്റൊക്കെ എത്താനായിട്ടുണ്ട്. നമ്മൾ നിർത്താൻ പറ്റിയ സ്ഥലം നോക്കുകയാണ്. ടോൾ ഗേറ്റ് എത്തി അവിടെ കുറച്ച് സ്ഥലത്ത് നിർത്തി നോക്കുന്നേരം ബീട്രൂട്ടിൻ്റെ തോട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തോട്ടത്തിൽ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരെയും അവിടെ നിർത്തി. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ പെട്ടെന്ന് ഗുണ്ടിൽപേട്ട എത്തണം. അവിടെ ഗുണ്ടിൽപേട്ട എത്തുന്നതിനിടയ്ക്ക് ഒരു പള്ളിയുണ്ട്, നമ്മളെ മലയാളികളൊരു പള്ളിയാണ്. ആ പള്ളിയിൽ കയറി നമസ്കരിക്കാനുള്ള പ്ലാനിലാണ് പോകുന്നത് കേട്ടോ. അപ്പം ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും കാണുന്നവരെ വണക്കം, ബായ്.